ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ലോങ് ഡ്രൈവാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു വീക്കെൻഡിൽ സാറ്റർഡേ ആഫ്റ്റർനൂൺ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ താമസിക്കുന്ന വർസാനിലാണ്. അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കൊർഫുക്കാൻ ഫുജേറ അതാണ്. അപ്പം നമ്മൾ താമസിക്കുന്ന വർസാനിൽ നിന്ന് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. ഒരു 2-2.5 മണിക്കൂറോളം ഉള്ള ഒരു ലോങ് ആയിട്ടുള്ള ഒരു ജേണിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലോങ് ജേർണി ട്രാവൽ ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത് വീക്കെൻഡ് ആണെങ്കിൽ പോലും സാറ്റർഡേ ആണ്. കാര്യം എന്ന് വെച്ചാൽ സാറ്റർഡേ ലൈറ്റ് നൈറ്റ് തിരിച്ചെത്തിയാലും സൺഡേ പിന്നെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഇക്കാക്ക് വർക്കിനാണെങ്കിലും മോൾക്ക് സ്കൂളിൽ ആണെങ്കിലും എല്ലാം മൺഡേ ആണല്ലോ. അപ്പോൾ സൺഡേ എന്ന് പറയുന്ന ഒരു ദിവസം ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുക്കാം. അതുകൊണ്ട് നമ്മൾ കൂടുതലും ട്രാവലും കാര്യങ്ങളൊക്കെ സാറ്റർഡേ ആണ്. അപ്പോൾ ഒരു ലോങ് ടണലൊക്കെ പാസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണിപ്പോൾ കാണുന്നത്. 2 സൈഡിലും അതിമനോഹരമായിട്ടുള്ള ഹില്ല്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ നമ്മൾ തീരുമാനിച്ചിരുന്നത് ഫസ്റ്റ് മോസ്ക് വിസിറ്റാണ്. അപ്പോൾ നമ്മൾ ഫുജേറയിൽ എത്തിയിട്ടുണ്ട്. ഫുജേറയിൽ അൽ ബിദിയ മോസ്ക്. അപ്പം മോസ്ക് മാനേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ UAE തന്നെ ഏറ്റവും സ്മോളസ്റ്റ് ആൻഡ് ക്യൂട്ടസ്റ്റ് ആയിട്ടുള്ള മോസ്കാണ് അൽ ബിദിയ മോസ്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഇത് മണ്ണ് കൊണ്ടാണ് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള റെഡ് കളർ ബ്രിക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് മണ്ണ് കൊണ്ടാണ്. ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാർ പല പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവഡ് ആണ്. ചിലർ ഖുർആൻ ഓതുന്നുണ്ട്, ചിലർ നിസ്കരിക്കുന്നുണ്ട്, ചിലർ അവിടുത്തെ ഓരോ കാര്യങ്ങളും കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നു. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു. അതിനുശേഷം ഞാനിത് മോസ്കിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി. മോസ്കിൻ്റെ പുറത്ത് തന്നെ കാണുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ കാറ്റസ് ഫാമിലിയിലുള്ള ഒരു ട്രീ ആണ്. അപ്പോൾ അതിൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഒരു ബണ്ടിൽ ഡേറ്റ്സ് തൂക്കിയിട്ടിട്ടുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, അവിടെ വരുന്ന വിസിറ്റേഴ്സിന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് അത് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ മോസ്കിൽ ഹ്യൂജ് പീപ്പിൾസ് കയറുന്നു ഇറങ്ങുന്നു. ഭയങ്കരമായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. കാരണം ഇപ്പോൾ ഒരു 5:36 ഒക്കെ ആയിട്ടുണ്ട് ഈവനിങ്. എങ്കിൽ പോലും ക്ലൈമറ്റ് ദുബായിനെ സംബന്ധിച്ച് അടിപൊളിയാണ്. നമുക്ക് ഹ്യൂമിഡിറ്റി, ചൂട് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് വീണ്ടും ആ ഡേറ്റ്സ് വീണ്ടും പറിച്ച് തിന്നാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല സ്വീറ്റ് ഉണ്ട്, ഒരു ചെറിയ ചമർപ്പുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മൾ ശരിക്കും ഉണ്ടല്ലോ ഡേറ്റ്സ് ഫാമിൽ നിന്ന് ഡയറക്റ്റ് പറിച്ച് തിന്നുന്ന ആ ഒരു ഫീല് അവരവിടെ കെട്ടിത്തൂക്കി ഇട്ടിരിക്കുവാണെങ്കിലും നമുക്ക് ഡയറക്റ്റ് ഫാമിൽ നിന്ന് പറിച്ച് തിന്നുന്ന ഒരു ഫീല് കിട്ടി. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അൽബിദിയ മോസ്കിൽ നിന്നൊക്കെ ഇറങ്ങി ആ സറൗണ്ടിങ്ങിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാൻ കുറേ സ്റ്റെപ്പ് കയറി അങ്ങ് മുകളിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. കാരണം ആ ടോപ്പിലെ വ്യൂ ജസ്റ്റ് എനിക്കൊന്ന് കാണാനായിട്ട്, അവിടെ എന്താണ് എന്ന് കാണാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, സ്റ്റെപ്പ് കയറി. കരിങ്കല്ല് കെട്ടുകളൊക്കെ താണ്ടി എനിക്ക് ഇങ്ങനെ പോകാനായിട്ട്, കാരണം ഈ പറയുന്ന പോലത്തെ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഫുജേറയിൽ എത്തിയപ്പോഴത്തേനും ക്ലൈമറ്റ് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. നല്ലൊരു ഈ പറയത്തക്ക ദുബായിൽ പോലെ പറയത്തക്ക ചൂടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത്രയും മുകളിൽ വരെ കയറി. ചൂടാണെങ്കിൽ ഞാനിങ്ങനെ കയറി പോകത്തില്ലല്ലോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള വ്യൂ. അപ്പോൾ ഞാൻ ടോപ്പിൽ നിന്നിട്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ. ഒരുപാട് ട്രീസും കാര്യങ്ങളും, ഒരു കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡായിട്ട് എനിക്ക് തോന്നി. കൃഷി നടക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ലാൻഡായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഡേറ്റ്സ് പാമും അതുപോലെ തന്നെ ബാർലിയാണോ പാഡിയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കുറേ കൃഷികളും കാര്യങ്ങളും എന്തൊക്കെയോ അവിടെ നടക്കുന്നുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ. എന്താണെങ്കിലും ഞാൻ അത്രയും കയറി വന്നത് വെറുതെ ആയില്ല. അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഫ്രണ്ടും എല്ലാം. ഫ്രണ്ടിലും ബീച്ച് വ്യൂ ആണ്. അതുപോലെ തന്നെ റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ഒരു അടിപൊളി വ്യൂ. ഇത് കണ്ടോ, മല കുന്നും ഒരു മഞ്ഞ് കെട്ടി മൂടി നിൽക്കുന്ന ഒരു വ്യൂ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അടിപൊളിയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫുജേറയിലെ വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.